വന്നിരുന്നോ? ആ സംസാരം വരും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് വൈശാഖലിച്ചൻ കുട്ടീനെ ഡോറാബുജി സ്റ്റൈലാക്കാൻ പോവാണ്. നോലുമ തുറന്നിട്ട് മുന്നുള്ള സ്പെഷ്യൽ മുടി വെട്ടാണ് കേട്ടോ. പിന്നെ പുച്ഛം പറയാനുള്ള ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ലായിരുന്നു. ഒന്നാമത് തയ്യാറെടുപ്പുകളാണ് കേട്ടോ. സൗണ്ട് ഒന്നുകൂടി മാറ്റി കൊടുക്കണ്ടേ. ഇടയിൽ ലാലേട്ടൻ്റെ വർത്താനമുണ്ട്. ഇത് പ്രശ്നമില്ല, ചാനലത്തെ സംസാരം പ്രശ്നമില്ല, സിനിമയൊക്കെ പ്രശ്നം. യൂട്യൂബ് പലപ്പോഴും പറയുന്ന രീതി ഇനി കുറച്ചുകൂടെ മാറ്റി പറയാം. അല്ലാതെ വീട്ടിലുള്ളവരെ പോയി പറ, അല്ലെങ്കിൽ നിന്റെ കെട്ടി അതൊക്കെ മാറ്റിയിട്ട് വേറെ അപ്പൂപ്പൻ്റെ അടുത്തോ അമ്മ അങ്ങനെ വേറെ കുറച്ച് റിലേഷൻസ്. ഇതെന്തറിയാം, ഷാനവാസ് പറയുന്ന ഭാഷ ഞാൻ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഷാനവാസ് അത്തരത്തിലാണ് പറയുന്നത്. ഇല്ല കേട്ടോ, ഞാൻ ഒരിക്കലും ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നില്ല. ഞാൻ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ച് പറയണമെന്ന് റൂളൊന്നുമില്ല. അതൊരു നമ്മുടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത്രയും ദിവസം അവിടെ താമസിച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒരാൾ പറഞ്ഞത് കൊണ്ട് തിരിച്ചു പറയണമെന്നുള്ള ന്യായം ഞാൻ അംഗീകരിക്കുന്നു. ഷാനവാസ് എത്രയോ അതിലും പ്രായമായ ഒരാളാണ്, ഫാമിലിയുള്ള ഒരാളാണ്, ജീവിതം കണ്ട ഒരാളാണ്. അപ്പൊ നമ്മൾ പറയുമ്പോ വീട്ടുകാരെന്നുള്ള ആൾക്കാരെ, നിങ്ങളുടെ ഒരു വീട്ടുകാരെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ തന്നെയാണ് മറ്റുള്ളവർക്ക്. അപ്പം നമുക്ക് വേണമെങ്കിൽ മനസ്സിലായി, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മാറ്റിയിട്ട് നിങ്ങളുടെ അപ്പൂപ്പനോ അമ്മമ്മ അല്ലെങ്കിൽ അമ്മാവൻ അല്ല ഷാനവാസ് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ എന്നാ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഞാൻ അതൊക്കെ മാറ്റി അതൊക്കെ മാറ്റിയെന്നോ പിന്നെ എന്നെ പെട്ടെന്ന് പറഞ്ഞത് എനിക്ക് അതിന്റെ അർത്ഥം എപ്പോഴും മനസ്സിലായില്ല. ഒരു ക്യാപ്റ്റൻ എന്താണ് പിന്നെ അങ്ങനെ പറയാൻ കാര്യം? പിന്നെയും സംസാരിക്കുമ്പോ കുറച്ച് കൺട്രോൾ വേണം. ആദ്യം തുടങ്ങി വെച്ചത് ഷാനവാസൊക്കെയാണ്. പ്രൊവോക്കിംഗ് സ്റ്റേജിൽ നിന്ന് എന്റെ മുഖത്തേക്ക് മാവ് വലിച്ചെറിഞ്ഞു. അപ്പൊ എനിക്ക് ശരിക്കും ഷോക്കായി. അപ്പൊ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആയി, ഞാൻ പ്രൊവോക്ഡ് ആയി. എന്തെങ്കിലും ഒരു കാര്യം ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചെയ്യില്ല. നമ്മൾ വീണ്ടും പോയി ഷാനവാസൊക്കെ അത് ചെയ്യും അവിടെ തൂത്തോണ്ടിരുന്നപ്പോൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല. ഞാൻ വളരെ പൊലൈറ്റ് ആയിട്ടാണ്, വിത്ത് റെസ്പെക്ട് ആണ് വിളിക്കുന്നത്. 3-4 തവണ പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഷാനവാസിക്ക് അതിപ്പോ തന്നെ ഫിനിഷ് ചെയ്യണമെന്ന് പറയുമ്പോൾ നീ പോയി നിന്റെ പണി ക്യാപ്റ്റൻ എന്റെ അടുത്ത് എന്താ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കിവിടെ പറയണമെന്നില്ല, കേട്ടിട്ടുണ്ടാവും ആൾക്കാർ. അങ്ങനെ സംസാരിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് ഒരു ക്യാപ്റ്റൻ ഒരു വിലയില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ഞാൻ കണ്ടത് നെവിനും ഷാനവാസും കൂടെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ വിനിയും എന്ന് പറഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്പേസ് കൊടുക്കണം. അവരുടെ കാര്യം സംസാരിക്കുന്നതായിരിക്കാം. കുറച്ച് കഴിഞ്ഞ് വന്നില്ലെങ്കിൽ കുഴപ്പം വീണ്ടും പോയി വിളിക്കാം അല്ലേ? മൂന്നാമത്തെ തവണയാണ് അത് പറഞ്ഞത്. 2-3 തവണ അതിന് മുമ്പ് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. സംസാരിക്കും. ഞാൻ അവിടെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന്റെ കൺക്ലൂഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ എന്റെ ചൂല് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു മാറ്ററാണ്. ആ ഒരു മാറ്ററായിരുന്നു. ഒരു മിനിറ്റ് പിന്നെ വന്നിട്ട് പറഞ്ഞു ഇത് തൂത്ത് വാരിയിട്ടില്ല, തൂത്ത് വാരുന്നു. ഞാൻ തൂത്ത് വാരാൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇതിലെങ്ങനെ പോയി വീണ്ടും ഒന്ന് കറങ്ങി വന്നിട്ട് പറഞ്ഞു ഇതൊന്ന് തൂത്ത് വാരൂ. വീണ്ടും പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, ഞങ്ങൾക്കൊരു സ്പേസ് ഇതാ. ഞങ്ങൾ സംസാരം കഴിഞ്ഞാൽ ചൂല് കയ്യിലുണ്ട്. ഈ ഇത് സംസാരം കഴിഞ്ഞാൽ അല്ല ഇപ്പൊ ചെയ്യണം, നിങ്ങളുടെ സൗകര്യത്തിനെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്നെ ക്യാപ്റ്റൻസിയുടെ പവർ എടുത്തിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ ക്യാപ്റ്റൻ ഞാൻ ഒരു തവണ പറഞ്ഞു കേട്ടില്ല. പിന്നെ കുറെ നേരം കഴിഞ്ഞു, ഒരു റൗണ്ട് അല്ല കുറെ നേരം കഴിഞ്ഞിട്ടാണ് വന്ന് നോക്കിയപ്പോ വീണ്ടും ചർച്ച നീണ്ടു പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ എനിക്കറിയില്ല അവരെന്താ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ ഇടപെട്ടു. ക്യാപ്റ്റൻ പറഞ്ഞിട്ട് ഷാനവാസൊക്കെ കേട്ടില്ല. അപ്പൊ പിന്നെ ആരെങ്കിലും കേൾക്കേണ്ടത് ഈ ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ? അല്ല എന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ആരേട്ടാ എന്തായാലും മറ്റൊരു മുഖം ഷാനവാസ കാണും. മര്യാദ തന്നെ തിരിച്ചു കൊടുക്കും. എന്റെ വീട്ടുകാരെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആരും പറയില്ല. ശരി, എന്തായാലും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇനിയിപ്പോ കഴിഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇനി കുറച്ച് ആഴ്ചകളേ ഉള്ളൂ. നിങ്ങൾ അതിൽ ശ്രദ്ധിക്കൂ. വീട്ടുകാരൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാപ്റ്റനായിരുന്നു ബിന്നി.
കാരണം ബിന്നിയെ സംബന്ധിച്ചിടത്തോളം ബിന്നിക്ക് അനീഷ് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്തതല്ലേ ഏറ്റവും മോശമായ ഒരു ക്യാപ്റ്റൻ ആയിരിക്കും എന്നുള്ള കാര്യം. കാരണം ഇത്രയും നാള് ബിന്നിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബിന്നി ഇങ്ങനെ ആയിരിക്കും പോവുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു ബിന്നി. കിച്ചൺ ക്യാപ്റ്റൻ എന്ന സ്ഥാനം പകുതിക്ക് വെച്ച് ഒഴിഞ്ഞു പോയിട്ട് എന്റെ തലേന്ന് വന്ന നേരം ഐശ്വര്യ വേറെ ആൾക്കാർ നിൽക്കാത്തൊരു സമയവും അല്ലേ, എല്ലാം കൊണ്ട് സമാധാനമായിട്ട് മനസ്സിലായി ഇത് കൂളായിട്ടൊന്ന് ചെയ്യാൻ പറ്റി. അല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു. പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയത് സമ്മതിക്കില്ലായിരിക്കും. ബിന്നി ഒരാളെ കേൾക്കില്ല, ബിന്നി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട്. അത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. മലയാളികൾ പറയുന്നൊരു അതായത് പിന്നീട് ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ട് തോന്നി. പിന്നെ പോയിന്റ് വിഷമത്തിലാണോ എന്ന് എനിക്കറിയില്ല, കുറച്ച് ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. കേക്കണ്ട അങ്ങനെ അധികം ജോലിയൊന്നുമില്ല. ആരെങ്കിലും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പോയി അവരെ ഉണർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ശരിയിരിക്കാം. എന്താണ് ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ എന്തോ ഇവിടെ നേരത്തെ കിട്ടുന്നുള്ളൂ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് തോന്നി. ഓളെ ക്യാപ്റ്റൻസി നല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായത്. അല്ലെങ്കിൽ വേറെ ക്യാപ്റ്റന്മാരൊക്കെ വന്നിന് ഉറങ്ങി എന്തെങ്കിലും ചെയ്യാനും, അതാണ് ഏറ്റവും എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാപ്റ്റനായി ഫസ്റ്റ് 3 ദിവസം ഈ പറഞ്ഞ ലവി ഡവി ഫേസിലും എൻജോയ്മെന്റ് ഫേസിലായിരുന്നു. പക്ഷെ അത് ഒരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കമാൻഡബിൾ കപ്പാസിറ്റി ഉണ്ട് ബിന്നിക്ക്. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പൊ അതൊരു നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. ഇല്ല, ഞാൻ മുടി വെട്ടാൻ പോയേക്ക വിറ്റത്ത് വെച്ചിട്ട് വിറ്റത്ത് വെച്ച് ഞാൻ മോട് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. അതെ, അളിയനെ ഒന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് അളിയനെ ഫോൺ കൊടുക്ക്. അതെ, നിങ്ങളാ വഴിയിലേക്ക് കടന്നിട്ടേ, വഴി കടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റിൻ്റെ കേക്കണ്ട. ഹലോ ഹലോ, നിങ്ങളാ വഴിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റിൻ്റെ മുകളിൽ ബൾബ് ഉണ്ടാവും, രണ്ടാമത്തെ പോസ്റ്റിൻ്റെ മുകളിൽ ബൾബ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്ക് കടന്നു കഴിഞ്ഞാൽ അളിയം പറങ്കിയാവുള്ള പറമ്പിക്ക് കിടക്കാറില്ലേ, ആ പറമ്പിക്ക് കിടക്കാണ്ട് കുറച്ച് മുന്നിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എവിടെ വേണമെങ്കിലും ഇട്ടോട്ടാ. ആ പറമ്പിക്ക് കിടക്കാണ്ട് ഒന്ന് മുന്നിക്ക് പോയാൽ മതി. അമ്പലത്തിന് അതെ അതെ, അതായത് നമ്മുടെ വീട്ടിലേക്ക് അളിയം വരാറില്ലേ, ഇപ്പം സാധാരണ വണ്ടി നിർത്താറില്ലേ പറങ്കിയാവിൻ്റെ പറമ്പ്, ആ പറമ്പിക്ക് കടക്കാണ്ട് ഒരു കുറച്ചൊന്ന് മുന്നിലേക്ക് കിടന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇട്ടാൽ മതി കേട്ടാ. ശരി കേട്ടാ, അത് അവിടെ നല്ല താഴ്ച ഉണ്ട്, അതാവും ഞാൻ അവിടെ ഇട്ടോളെ. ശരി ശരി, സൗണ്ട് എന്തായാലും കൊടുക്കേണ്ടി വരും. അത് ടി വി പ്രശ്നം, മൊത്തത്തിൽ ടി വി പ്രശ്നമല്ല, യൂട്യൂബ് വരെ വന്നതുകൊണ്ട് നമ്മൾ പ്രശ്നം. അയ്യോ കുട്ടീനെ മാറ്റി, കേട്ടേ, ഈ കുട്ടീനെല്ലാം ഇവിടുന്ന് മറ്റേ ചേച്ചിമാരെ അതെന്ത് അച്ഛനും കുട്ടിയെ അതൊന്നും കുട്ടിയെ അധികം കണ്ടിട്ടുണ്ടാവില്ല. എന്താണ് അനീഷ് ചപ്പാത്തി കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓടുവോ? ഇവര് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം സ്പൈക്കൂട്ടം വന്നപ്പോ എല്ലാവരും കിച്ചണിലേക്ക് എല്ലാവരും വേറെ 2-3 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും വിട്ട് ഫ്രണ്ടിലോട്ട് സെക്കൻഡാണ്, ഫസ്റ്റ് അച്ഛനാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. ഞാൻ അവിടെ നിൽക്കണ്ട് വൈശാറിന് കുഴപ്പമില്ല, ഞങ്ങൾ ചുന്തിരിക്കുട്ടിയിട്ട് കുളിക്കും.
ഫോട്ടോ എടുക്കാൻ മറക്കല്ല കേട്ടാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വെള്ളയപ്പം ഉണ്ടായിക്കോ, അടിപൊളി. വീഡിയോയിൽ രസം ഉണ്ടാവില്ലേ? വെള്ളയപ്പം അവരുണ്ടാക്കി എന്തേലും ഒന്ന് ഉണ്ടാക്കി അടിപൊളിയോ. ഓംപ്ലേറ്റാ ഇത് നടക്കില്ല, ഞാൻ ബാക്കൗട്ട് ചെയ്യണം. തലതാത്തിട്ട് ഇനി പൊക്കരുതിട്ട് വന്നത്. കൈ രഹസ്യങ്ങളുടെ വൻമതിലുകൾ തകർന്നു വീണു. ഇനി സരസ്വതിയുടെ ഭയന്ന ആ നാളുകൾ തുടങ്ങുകയായി. സരസ്വതി എന്തിനാ പേടിക്കണത്? ശരിയല്ലേ, സരസ്വതി മരിച്ചു എന്നുകൊണ്ട് വേറെ ആൾക്കാരല്ല പറഞ്ഞു. മരിച്ചാൾ വന്നിട്ട് ഞാൻ മരിച്ചു പറയില്ലോ. നല്ല കിടക്കുന്നുണ്ട്. ഇത് ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ദേവട്ടി കുളിക്കാൻ ആദ്യം കയറിയെങ്കിൽ ഞാൻ കേൾക്കും. ഇതിങ്ങനെ കേക്കില്ലേ ചോദിച്ചാട്ടോ. അതിപ്പോ നമ്മളിപ്പോ തോന്നുന്നു കാണണമെന്നില്ല, വീട്ടിലിതല്ലേ വെച്ചേക്കണം. സുന്ദരിക്കുട്ടീനെ മാമാട്ടിക്കുട്ടിയൊക്കെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി ഫൈനൽ ഔട്ട്പുട്ട് ഒരു ഫോട്ടോ ആയിട്ട് കാണിക്കാട്ടാ. രസം ഒന്ന് വലിച്ചിട്ടെ ആശാനെ. ബൈ പറഞ്ഞു.